അപകടങ്ങൾ തുടർക്കഥയാകുന്ന മുതലപ്പുഴയിലാണുള്ളത്. ഓരോ തവണയും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇവിടുത്തെ ദുരിതവും കഷ്ടപ്പാടുകളും ഒപ്പം തന്നെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണവുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. പക്ഷേ കാലങ്ങളായി ഈ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് പരിഗണിക്കേണ്ടവരുടെ മുന്നിലേക്ക് കൃത്യമായ രീതിയിൽ എത്തുന്നില്ല, അല്ലെങ്കിൽ അതിന് കൃത്യമായ രീതിയിലുള്ള പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളി തന്നെ ഇതിൻ്റെ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ഓരോ തവണയും ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ അതിനൊന്നും കൃത്യമായ രീതിയിലുള്ളൊരു പരിഹാരം ഉണ്ടാകുന്നില്ലല്ലോ. അതെ, ഞങ്ങൾ നിരന്തരമായിട്ട്, കാരണം ഇത് മുതലപ്പുഴ തുടങ്ങിയ കാലം മുതൽ 2003 തുടങ്ങിയ കാലം മുതൽ ഇതുവരെ ചുമ്മാ തുടർന്ന അപകടങ്ങളല്ലാതെ അതിനൊരു പരിഹാരം കാണുന്നുണ്ട്. പല ഘട്ടങ്ങളിലായിട്ട് പല മന്ത്രിമാർക്കടുത്തും പല ഉദ്യോഗസ്ഥന്മാർക്കടുത്തും നിരന്തരമായിട്ട് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ ബദലിൽ ഞങ്ങൾ അപേക്ഷകൾ പരാതികൾ കൊടുക്കുകയുണ്ടായി. പക്ഷേ ഇതുവരെയും പ്രത്യേകിച്ച് മുതലപ്പുഴയിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ അപകടങ്ങൾ, ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയാണ് മുതലപ്പുഴ. ഇപ്പം മരണപ്പൊഴിയായിട്ടാണ് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ മരണപ്പൊഴിയിൽ കൃത്യമായിട്ട് അതിനുള്ളൊരു സംവിധാനം ഇല്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്നലെ ശനിയാഴ്ച 9:30 ഈ അപകടങ്ങൾ സംഭവിക്കുന്നത്. ആ സമയത്ത് പോലും ഇവിടെ അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ മരണം അവിടെ സംഭവിക്കില്ലായിരുന്നു. ഈ 2 യുവാക്കൾ അവിടെ മരണം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഈ കാറി വന്ന സർക്കാരുകൾ, ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ വന്നപ്പോൾ വിചാരിച്ചത് അവരെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞാണ് പുതിയ സർക്കാരിനെ കയറ്റിയത്. അത് മത്സ്യത്തൊഴിലാളികളുടെ ഒത്തിരി വോട്ടുകൾ കൊടുത്താണ് അവരിന്ന് 103 സീറ്റിലേക്ക് ഇന്ന് അധികാരത്തിൽ കയറിയിരിക്കുന്നത്. അവർ പോലും ഈ മത്സ്യമേഖലയുടെ ഇവിടെ തൊഴിലെന്താണ്, ഇവിടെ തൊഴിലിൻ്റെ സുരക്ഷ എന്താണെന്ന് ശ്രദ്ധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ വീഴ്ചയാണ് ഏറ്റവും കൂടുതൽ. അവർ ചെയ്യേണ്ടത് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറ്, അവർ ഈ ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്തിക്കൊണ്ട് ഉപകരണങ്ങൾ എടുത്തു. ഇപ്പോഴും നമ്മൾ ആരോഗ്യ മേഖലയ്ക്ക് ഉപകരണങ്ങളില്ല എന്നപ്പോൾ ശബ്ദമുയർത്തി ഉപകരണങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഒരു പ്രശ്നമില്ല. അതുപോലെ ഉപകരണങ്ങളുടെ കുഴപ്പമാണ് ഇവിടെ. അതുണ്ടാക്കാനുള്ള സംവിധാനം ചെയ്യണം. അതിനുവേണ്ടിയായിരിക്കണം സർക്കാർ നിലപാടെടുത്ത് പോകേണ്ടത്. അത് പ്രത്യേകിച്ച് അടിയന്തരമായിട്ട് ഈ മുതലപ്പുഴയിൽ ഈ പ്രത്യേകിച്ച് മൺസൂൺ കാലത്ത് സുരക്ഷിത സംവിധാനം ഒരുക്കേണ്ട സാഹചര്യം സർക്കാരിൽ നിന്നുണ്ടാകണം. ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നല്ലോ ചേട്ടാ. ഇതിൻ്റെ നിർമ്മാണം തന്നെ അശാസ്ത്രീയമാണ്. ഒപ്പം നിരവധിയായിട്ടുള്ള പഠന റിപ്പോർട്ടുകൾ വന്നു. കഴിഞ്ഞിടയ്ക്ക് പോലും അതിൻ്റെ റിപ്പോർട്ടുകൾ കൊടുക്കുന്നു. ഇതിലൊക്കെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ എന്താ അതിൽ മനസ്സിലാക്കുന്നത്? ഇതിൻ്റെ നിർമ്മാണം മൂലമാണ് ഈ ഇത്രയും അപകടങ്ങൾ സംഭവിക്കാൻ കാരണം. ഈ നിർമ്മാണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ കമ്മീഷൻ ചെയ്തത് അതിൻ്റെ മേപ്പ് ഞങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ പല സർക്കാർ ഭാഗത്തു നിന്ന് ഞങ്ങൾ ഇതിന് അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. ഉന്നയിച്ചപ്പോൾ അവർ തരാൻ തയ്യാറല്ല. അവർ അത് തന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ ഇഷ്യൂ ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്, ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായം എടുത്തുകൊണ്ട് വേണം ഈ നിർമ്മാണം മുന്നിലോട്ട് പോകണമെന്ന് ഞങ്ങൾ പല പ്രാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ ആൾക്കാരാണ് ഉന്നയിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ അത് മുഖവലി എടുത്തിട്ടില്ല ഇന്നുവരെ. എങ്കിലും ഞങ്ങൾ കഴിഞ്ഞ ജൂൺ 5 ചിറയൻകീഴ് പഞ്ചായത്ത് വെച്ച് ഞങ്ങൾ ADയുടെ സാന്നിധ്യത്തിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചു. ഈ ഇവിടുത്തെ അപകടം എങ്ങനെ വരുന്നത്, ഇത് എങ്ങനെ സുരക്ഷിത ആൾക്കാർക്ക് എങ്ങനെ വേണം, അതിൻ്റെ വാഹനങ്ങൾ എങ്ങനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചോദിച്ചു. അപ്പോഴാണ് AD പറഞ്ഞത്, നിങ്ങളൊന്നും പേടിക്കണ്ട, ഞങ്ങളിവിടെ അപകടം സംഭവിച്ച് അരമണിക്കൂറിനുള്ളിൽ ഇവിടെ വാഹനം എത്തിയിരിക്കുമെന്ന്. ഇതുവരെക്കും സംഭവിച്ച് രാത്രി 9 മണിക്ക് സംഭവിച്ചിട്ടും പിറ്റേന്ന് 2-2:30 മണിയായിട്ടും വാഹനങ്ങൾ ഇവിടെ എത്തിയില്ലേ. കഴിഞ്ഞിട്ടാണ് ഒരു ഷിപ്പ് ഇവിടെ വന്നത്, മറിയൻ ഫിഷറീസിൻ്റെ. ഈ ഒരു ബോട്ട് കൊണ്ട് 4 ഗ്രാമങ്ങളിലാണ് ഇത് സംഭവിച്ചത് ഈ മെനഞ്ഞാന്നത്തേതിൽ. അപ്പോൾ ഈ 4 ഗ്രാമത്തിൽ ഈ ഒരു ബോട്ട് കൊണ്ട് എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റും? ഒന്നും പറ്റൂല. ഇവിടെ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് മുതലപ്പുഴയാണ്. അപ്പോൾ മുതലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ നല്ല സുരക്ഷിതമായ ഒരു ബോട്ട് വരണം. ഈ കടൽ താണ്ടിപ്പോകേണ്ട അതിൻ്റെ സജ്ജീകരണം ചെയ്ത് ഒരു ബോട്ട് ഇവിടെ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. അതൊന്നും അവർ മുഖവലി എടുക്കണമല്ല. ഇപ്പോഴീ അപകടം നടന്നു ഇവിടെ ഇപ്പം ഏതൊക്കെ സംവിധാനം വെച്ചിട്ടാണ് തെരച്ചിൽ നടക്കുന്നത്? ഇവിടെ ദാണ്ട് ഒരു സംവിധാനം, ഒരു എയർപോർട്ടുണ്ട്. ഈ എയർപോർട്ട് എന്ന് പറയുന്ന പാലത്തിൻ്റെ അടിയിൽ അവർ കിടന്നുകൊണ്ട് ഈ ഇത്ര ഭാഗത്തെ അവർ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. ഇത് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റൂല. ഇത് ആൾക്കാരെ പറ്റിക്കാം. പല പ്രാവശ്യം ഞങ്ങൾ ഉന്നയിച്ചു, ഇത് ശരിയല്ലെന്ന് പറഞ്ഞ്. ഈ ശമ്പളം കൊടുത്ത് ഇവരെ നിർത്തിയിരിക്കേണ്ട കാര്യം എന്താണ്?
ഞങ്ങൾ കോസ്റ്റ് ഗാർഡിൽ സംസാരിക്കും. അപ്പോൾ അവർ പറയും കോസ്റ്റ് ഗാർഡിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ച് അവർ പറയണം എന്തോരെന്ന് പറയാം. ഞങ്ങളുമായിട്ട് ഇതൊരു ബന്ധമല്ലെന്ന്. നിങ്ങൾ ഫിഷറീസിന് സംസാരിക്കും. ഫിഷറീസ് ഡയറക്റ്റുമായിട്ട് സംസാരിക്കാൻ പറയാൻ നിങ്ങൾ കോസ്റ്റ് ഗാർഡിൽ പോയി പറയാം. ഇതൊക്കെയാണ് ഞങ്ങളെ മത്സ്യത്തൊഴിലാളികളെ ഇന്നും പറ്റിച്ചത്. ഒരു MSC കപ്പൽ കമന്നപ്പോൾ 27 കിലോമീറ്ററിലാണ് കമന്നത്. മണിക്കൂർ കൊണ്ട് ഏതെല്ലാം ഹെലികോപ്റ്റർ ഉണ്ട്, രക്ഷാപ്രവർത്തനത്തിന് എന്തൊക്കെ ബോട്ടുണ്ട്, നേവിയുടെ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ എത്തിയിട്ടുണ്ട്. ഒരു MLA വന്ന് ഇവിടെ ഇരുന്നു, എല്ലാവരെയും വിളിക്കാറുണ്ടായിരുന്നു. ആരും മൈൻഡ് ചെയ്യണമല്ല. ഒരു ഉദ്യോഗസ്ഥന്മാർ ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല. കേട്ടോ സാറേ, ആ ഭാഗത്തോട്ട് മറ്റേ മൗത്തിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ ഒരു പൊക്ക കിടക്കുന്നത് ഇപ്പോൾ കാണാൻ വേണ്ടി നിങ്ങൾ അങ്ങ് നോക്കിയാണെങ്കിൽ അത്യുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നോക്കേണ്ട സംവിധാനം നോക്കി ചെയ്തത്. ഇത്തരത്തിൽ നിരന്തരമായി അവഗണന ലഭിക്കുന്ന ഒരു വിഭാഗമായി മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പരാതികൾ ഉയരുന്നു. ആ പരാതികൾക്ക് കൃത്യമായ രീതിയിലുള്ള പരിഹാരങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള സംവിധാനങ്ങളാണ് ഉണ്ടാവേണ്ടത്. അപകടങ്ങൾ ഉണ്ടായാൽ തന്നെ അതിന് സ്വീകരിക്കേണ്ട നിരവധിയായിട്ടുള്ള സംവിധാനങ്ങൾ അത് ഏർപ്പെടുത്തുകയാണ് വേണ്ടത്. ക്യാമറാമാൻ ജോസിനൊപ്പം ഇബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.